നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റ ടൈപ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്സ് നമ്മൾ സി പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതായത് എത്ര ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണ്, ഇതിൻ്റെ സൈസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാനില്ല, ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വേരിയബിളിനും ഓരോ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം അത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്. അതായത് ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്ന പല രീതിയിലുള്ള ഡേറ്റാസ് ഉണ്ട്. ഇൻഡിജർ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്ന വാല്യൂസ് ഉണ്ട്. അപ്പം ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് എന്നുള്ളതാണ് ഡേറ്റ ടൈപ്പ് പറയുന്നത്. എ വേരിയബിൾ ഇൻ C++ മസ്റ്റ് ബി എ സ്പെസിഫൈഡ് ഡേറ്റ ടൈപ്പ്. അതായത് ഓരോ വേരിയബിൾസിനും ഒരു സ്പെസിഫൈഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ താഴത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കി, ഇന്റ് മൈനം നമ്മൾ പറഞ്ഞു വേരിയബിളിന്റെ പേര് കൊടുത്തേക്ക്. ഇവിടെ ഒരു വേരിയബിളിന്റെ പേരാണ്, വേരിയബിൾ നെയിം ആണ് മൈനം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈനം എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ഡേറ്റ ടൈപ്പിലുള്ളതാണ്? ഇന്റ് ആണ്, അതായത് ഇൻഡിജർ ആണ്. കമന്റിൽ കൊടുത്തേക്കുന്നത് കണ്ടോ, ഇൻഡിജർ ഹോൾ നമ്പർ. അപ്പോൾ ആ മൈനമില് ഏത് വാല്യൂ, ഇൻഡിജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്? 5 ആണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഫ്ലോട്ട്. ഇവിടെ മൈ ഫ്ലോട്ട് നം, വേരിയബിളിന്റെ പേര് മൈ ഫ്ലോട്ട് നം. ഇത് ഏത് ഡേറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണ്? ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, അതായത് പോയിന്റ് വരുന്ന വാല്യൂസ്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് 5.99. അടുത്ത നോക്കിയേ, ഡബിൾ ആണ്. ഡബിൾ എന്ന് പറഞ്ഞാല് എന്താ? മൈ ഡബിൾ നം. മൈ ഡബിൾ നം എന്ന് പറയുന്നതാണ് ഈ ഡബിൾ വേരിയബിളിന്റെ പേര്. അതുപോലെ തന്നെ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് ഡബിൾ ആണ്. ഡബിൾ വാല്യൂ ആണ്, എന്താ? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ തന്നെയാണ്. അതുപോലെ അത്രയാണ് കൊടുത്തേക്കുന്നത് 9.98 ആണ്. അടുത്തത് ക്യാർ മൈ ലെറ്റർ. മൈ ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിന്റെ പേരാണ്. ഇതിന്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാർ ആണ്. അപ്പൊ നമുക്കറിയാം ക്യാർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സിംഗിൾ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡി എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ബൂൾ. മൈ ബൂളിയൻ ഈക്വൽസ് ട്രൂ. ബൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ബൂളിയൻ വാല്യൂസ്, ബൂളിയൻ ഡേറ്റ ടൈപ്പ് ആണ്. ബൂളിയൻ ഡേറ്റ ടൈപ്പ് നമുക്കറിയാം ഏതൊക്കെയാണ്? ട്രൂ ഓർ ഫാൾസ് ആണ് വരുന്നത്. അപ്പൊ മൈ ബൂളിയൻ എന്ന് പറയുന്നതാണ് ആ വേരിയബിളിന്റെ പേര്. വാല്യൂ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ആണെന്ന് അറിയാം. മൈ ടെക്സ്റ്റ് എന്നാണ് വേരിയബിളിന്റെ പേര്. ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഏത് സ്ട്രിങ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. സ്ട്രിങ് ഡബിൾ കോട്ട്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വേരിയബിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്പിനെ പറ്റി ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിയേ, ബേസിക് ഡേറ്റ ടൈപ്സ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓരോ ഡേറ്റ ടൈപ്പിന്റെയും സൈസ് എത്രയാണ് എന്ന്, അതായത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ എത്ര, നമ്മളിപ്പോൾ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം മെമ്മറിയിൽ ഒരു ലൊക്കേഷനിൽ പോയിട്ടായിരിക്കും സ്റ്റോർ ആകുന്നത്. അപ്പോൾ മെമ്മറിയിൽ എത്ര ബൈറ്റ് അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. നോക്കിയേ, ബേസിക് ഡേറ്റ ടൈപ്പ്. ദ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈസ് ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ദ വേരിയബിൾ വിൽ സ്റ്റോർ. അപ്പൊ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു വേരിയബിളിന്റെ ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ എത്ര സൈസ് ആണ് അതിന് വേണ്ടത് എന്നതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഡേറ്റ ടൈപ്പും അതിന്റെ സൈസും നോക്കാം. ബൂളിയൻ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടത് 1 ബൈറ്റ് ആണ്. സ്റ്റോർ ട്രൂ ഓർ ഫാൾസ് വാല്യൂസ്. ട്രൂ ഓർ ഫാൾസ് വാല്യൂനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ബൈറ്റ് ആണ് വേണ്ടത്. സൈസ് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ബൂളിയൻ 1 ബൈറ്റ്. അടുത്ത ക്യാർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ എത്രയാണ്? 1 ബൈറ്റ് തന്നെയാണ് വേണ്ടത്. സ്റ്റോർ എ സിംഗിൾ ക്യാരക്ടർ, ലെറ്റർ, നമ്പർ ഓർ ആസ്കി വാല്യൂസ്. അപ്പോൾ എന്തിനൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ക്യാരക്ടറിനെയോ ലെറ്ററിനെയോ നമ്പറിനെയോ ആസ്കി വാല്യൂസിനെയോ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്റ് ആണ്. ഇൻഡിജറിനാണെങ്കിൽ എത്ര ബൈറ്റ്സ് വേണം? 2 or 4 ബൈറ്റ്സ് വേണം. സ്റ്റോർ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഡെസിമൽസ്, അതായത് ഡെസിമൽ വാല്യൂ അല്ലാത്ത ഹോൾ നമ്പർ വാല്യൂസിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ടിന് എത്ര ബൈറ്റ് വേണം? 4 ബൈറ്റ്സ് ആണ് വേണ്ടുന്നത്. ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ, അതായത് പോയിന്റ് വരുന്ന വാല്യൂസിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. എത്രയാ? 6 to 7 ഡെസിമൽ ഡിജിറ്റ് വരെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഏതിലാണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടിനകത്ത്. അടുത്തെന്ന് പറയുന്നത്
ഡബിൾ ആണ്, 8 ബൈറ്റ്സ് ആണ് വേണ്ടുന്നത്. ഇതും ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. എവിടം വരെയുള്ളതാണ്? 15 ഡെസിമൽ ഡിജിറ്റ് വരെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണ് ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള ഡിഫറൻസ്. ഫ്ലോട്ട് ആണെങ്കിൽ അപ് ടു 6 to 7 ഡെസിമൽ ഡിജിറ്റ് വരെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഡബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 15 ഡെസിമൽ ഡിജിറ്റ് വരെ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ യൂസ് ചെയ്യണം. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നമ്മൾ പറഞ്ഞു ഇന്റ് ആണെങ്കിൽ എത്രയാണ്? 2 or 4 ബൈറ്റ്. ബൂളിയനും ക്യാറും ആണെങ്കിൽ 1 ബൈറ്റ്. ഇന്റ് ആണെങ്കിൽ 2 or 4 ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. അപ്പൊ ഞാൻ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം കൊണ്ടുവരാത്ത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ടോപ്പിക് എന്താന്ന് അറിയാതെ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ജസ്റ്റ് ടോപ്പിക് എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പഠിച്ച അതേ ടോപ്പിക്കുകളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ ടോപ്പിക്കുകളും കഴിയും തോറും അതിൽ നിന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൊണ്ടുവരാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് സിൻടാക്സ് ടു ഔട്ട്പുട്ട് ഹലോ വേൾഡ് ഇൻ C++? CPP-ല് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കറക്റ്റ് സിൻടാക്സ് ഏതാണ്? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട്? പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സി ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രിന്റ് എഫ് നമ്മൾ ഏതാ? സി പ്രോഗ്രാമിലാണ് പ്രിന്റ് എഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്? സി ഔട്ട് ഹലോ വേൾഡ് എന്നതാണ് ഇതിനകത്ത് ആൻസർ ആയിട്ടുള്ളത്. അപ്പോൾ എ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ C++ ഈസ് ആൻ ഏലിയാസ് ഓഫ് സി ഹാഷ്. സി ഹാഷിന്റെ ഏലിയാസ് ആണോ C++? ആണോ? ട്രൂ ഓർ ഫാൾസ് ആണോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? എന്താണ്? അല്ല, ഫോൾസ് ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഇൻസേർട്ട് കമന്റ്സ് ഇൻ C++? എങ്ങനെയാണ് നമ്മൾ കമന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്? കമന്റ്സ് നമ്മൾ പഠിച്ചു. സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, മൾട്ടി ലൈൻ കമന്റ് ഉണ്ട്, എങ്ങനെയാ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്ലാഷ് യൂസ് ചെയ്തിട്ട് കമന്റ് ആണോ? /* കമന്റ് ആണോ? ഹാഷ് കമന്റ് ആണോ? */കമന്റ് /* ഇങ്ങനെയാണോ? ഏതാണ് നമ്മൾ കമന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾ പഠിച്ചു സിംഗിൾ ലൈൻ കമന്റ് ആണെന്നുണ്ടെങ്കിൽ 2 സ്ലാഷ് വരും. അതുപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ് ആണെന്നുണ്ടെങ്കിൽ /*/ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഇതാണ് എന്ത്? സിംഗിൾ ലൈൻ കമന്റ് ആണ്. നമ്മുടെ മൾട്ടി ലൈൻ കമന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? /* ഇവിടെ */ അങ്ങനെ വന്നായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നേനെ. പക്ഷെ ഇവിടെ എൻഡിന്റെ അവിടെ എന്ത് കൊടുത്തിട്ടില്ല? */ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് നമ്മളെ തെറ്റിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. */ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോകും. കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഈ // സിംഗിൾ ലൈൻ കമന്റ് ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which data type is used to create a variable that should store text? ഒരു ടെക്സ്റ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നത്? ഏത് ഡേറ്റ ടൈപ്പ് ആണ്? ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ TXT ആണോ, സ്ട്രിംഗ് ആണോ, മൈ സ്ട്രിംഗ് ആണോ, മൈ TXT എന്നാണോ കൊടുക്കുന്നത്? സ്ട്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെക്സ്റ്റ് വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്. നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ? സ്ട്രിംഗ് പിന്നെ മൈ സ്ട്രിംഗ് ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് എന്ത് കൊടുക്കും? ഹലോ. അപ്പൊ എന്ത് ചെയ്യും? ഹലോ എന്ന് പറയുന്ന വേർഡ് ടെക്സ്റ്റ് അതിൽ സ്റ്റോർ ആകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു യു ക്രിയേറ്റ് എ വേരിയബിൾ വിത്ത് എ ന്യൂമറിക് വാല്യൂ 5? അതായത് ഒരു ന്യൂമറിക് വാല്യൂ ആയ 5നെ ഒരു വേരിയബിളിൽ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക? എങ്ങനെയാണ്? x is equal to 5, num x is equal to 5, int x is equal to 5, my num is equal to 5. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇന്റിജർ, ന്യൂമറിക് വാല്യൂ അല്ലേ, അപ്പൊ ഇന്റിജർ ആണ്. int x is equal to 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഹൗ ഡു യു ക്രിയേറ്റ് എ വേരിയബിൾ വിത്ത് ദി ഫ്ലോട്ടിംഗ് നമ്പർ 2.8? അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിനെ നമ്മൾ എങ്ങനെയാണ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്? ഇന്റ് ആണോ, ഡബിൾ ആണോ, ബൂൾ ആണോ, ബൈറ്റ് ആണോ യൂസ് ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഡബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡബിൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. നമ്മൾ പഠിച്ചു ഡേറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ. അപ്പൊ ഡബിൾ x is equal to 2.8. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്? ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഗെറ്റ് സൈസ്, ഗെറ്റ് ലെങ്ത്, len, ലെങ്ത്. ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ലെങ്ത്. സ്ട്രിങ്ങിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്ത്? ലെങ്ത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത്, അതിലായ എത്ര
ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ആഡ് ടുഗദർ ടു വാല്യൂസ്, രണ്ട് വാല്യൂസിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഏത് ഓപ്പറേറ്റർ ആണ്? ആസ്ട്രിക് പ്ലസ് ആമ്പസൈൻ ഡോളർ. ഇതെല്ലാവർക്കും ഒരുവിധം അറിയാമല്ലോ. ഏതാണ്? പ്ലസ് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്? കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. പ്ലസ് ആണെങ്കിൽ അഡീഷൻ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ദ സ്ട്രിങ് വേരിയബിൾ ക്യാൻ ബി സറൗണ്ടഡ് ബൈ, അതായത് ഒരു സ്ട്രിങ് വേരിയബിളിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ആ വാല്യൂ ഏതിനകത്താണ് കൊടുക്കുന്നത്? സിംഗിൾ കോട്ടാണോ, ഡബിൾ കോട്ടാണോ, സ്ലാഷ് ആണോ, ആമ്പസൈൻ ആണോ? ഏതിനകത്താണ് സ്ട്രിങ് വാല്യൂന്റെ വേരിയബിളിന്റെ വാല്യൂ കൊടുക്കുന്നത്? നമ്മൾ ഡബിൾ കോട്ട്സിനകത്താണ് കൊടുക്കുന്നത്. സ്ട്രിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ? സ്ട്രിങ് മൈ സ്ട്രിങ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്താണ് എന്ത് കൊടുക്കുന്നത്? ഹലോ. ആ വാല്യൂ കൊടുക്കുന്നത് ഡബിൾ കോട്ട്സിലാണ്. അടുത്ത, വിച്ച് ഹെഡർ ഫയൽ ലെറ്റസ് വർക്ക് വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഒബ്ജക്റ്റ്. ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ഒബ്ജക്ട്സുകൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് ഇത്. ഏതാണ്? ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിങ് ആണോ, ഹാഷ് ഇൻക്ലൂഡ് സ്ട്രീം ആണോ, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ആണോ, ഹാഷ് ഇൻക്ലൂഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം അല്ലെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം .h എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കിയേ, വിച്ച് ഓപ്പറേറ്റർ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു കമ്പയർ ടു വാല്യൂസ്. രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? ഈക്വൽ ഉണ്ട്, ഇവിടെ ഡബിൾ ഈക്വൽ ഉണ്ട്, ഈക്വൽ ഉണ്ട്, പിന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഉണ്ട്, ആമ്പസൈൻ ഉണ്ട്. ഇതിൽ ഏതാണ് കമ്പാരിസണിന് വേണ്ടി നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്? എന്താ? ഈക്വല്, ലെസ് ദാൻ ഓർ ഈക്വല്, ഗ്രേറ്റർ ദാൻ ഈക്വല്, നോട്ട് ഈക്വൽ. ഇതൊക്കെയാണ് എന്തിനു യൂസ് ചെയ്യുന്നത്? കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതാ ഈക്വാളിറ്റി? ഇവിടെ ഈക്വാളിറ്റിയെ ഈക്വലും ഡബിൾ ഈക്വലും ഉണ്ട്. ഇതെന്ന് പറയുന്നത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ നോട്ട് ഈക്വൽ ആയേനെ. അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാം, ഇത് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് ഈക്വലും ഡബിൾ ഈക്വലും ആണ്. കമ്പാരിസൺ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡബിൾ ഈക്വൽ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഈക്വൽ മാത്രമേ ഉള്ളെങ്കിൽ അതെന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ല. അടുത്ത നോക്കിയേ, വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു മൾട്ടിപ്ലൈ നമ്പേഴ്സ്. നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഏതാ യൂസ് ചെയ്യുന്നത്? ഇൻഡു ആണോ, ആമ്പസൈൻഡ് ആണോ, ആസ്ട്രിക് ആണോ, എക്സ്പോണൻഷ്യൽ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡു കണ്ടിട്ട് ആരും അങ്ങോട്ട് പോകരുത്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് ആസ്ട്രിക് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓരോ ടോപ്പിക്കുകൾ കുറേശ്ശെ പഠിച്ചതിന് ശേഷം അതിനകത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരാം. ഇപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്